ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ സൺഡേസ് ഇവിടെ വരലുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞാൽ എന്തൊക്കെ ഡീപ് ക്ലീനിങ് ചെയ്യാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ സൺഡേ വരിക. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ വന്ന് ഇവിടെ കറണ്ടില്ല. അപ്പം നേരത്തെ വന്ന് വെറുതെ ആയിപ്പോയി. ഞാനിട്ട് അതേ ഡ്രസ്സ് തന്നെ കേട്ടോ ഇന്നിട്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കസിൻ്റെ വീട്ടിൽ പോകാണ്ട് വരും. അപ്പം ഇതിടാന്ന് ഓൾറെഡി വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഓൾറെഡി ഇട്ടുപോയി. ഇത് പുതിയ ഡ്രസ്സായിട്ട് ഫസ്റ്റ് ഡേ ഇട്ടു. അപ്പം ഇന്ന് തന്നെ ഇടാൻ വിചാരിച്ച്. ഇവിടെ എന്ന് വെച്ചാൽ കറണ്ട് പോയാൽ ഇരിക്കാനും പറ്റില്ല. ഭയങ്കര ചൂടാട്ടോ. ഞാൻ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ ആയതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഹൈറ്റും കുറവാണ്. ഭയങ്കര ചൂടാണ്. പിന്നെ കുറച്ച് നേരത്തെ വന്ന് ഇവിടെ AC കിട്ടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ട്. കുറച്ച് നേരം കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ ഫുള്ള് വേർത്ത് കുളിച്ച് അത്ര സീനായിപ്പോവും. പിന്നെ എന്താ വെച്ചാൽ എന്താണെന്ന് സൺഡേ ആയിട്ട് കറണ്ട് പോകാമെന്നറിയില്ല. ഇവിടെ ആദ്യം എങ്ങനെ കേട്ടോ സ്ഥിരമായിട്ട് കറണ്ടൊക്കെ പോവുകയെ ഒരു ഡേ ഒക്കെ കംപ്ലീറ്റ് പോയി കളയാം. പണ്ട് സ്റ്റാഫുള്ള ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കറണ്ട് പോയിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ വരുള്ളൂ. അതായത് നമ്മൾ പണി നടക്കേണ്ട സമയത്ത് കറണ്ട് ഉണ്ടാവില്ല അവിടെ. ഞങ്ങൾ ഇൻവെർട്ടറൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ പോകും. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് പോയ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ചില ദിവസം ഈ വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് വരിക. അങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് കറണ്ട് പോവല്ല. ഇന്നിപ്പോൾ എന്താണെന്ന് ആർക്കറിയാൻ പോയിട്ടുണ്ട്. ഇന്ന് ഡിസ്പാച്ച് ഇല്ല കേട്ടോ. ഞാൻ വേറെ കുറച്ച് വർക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അതെ, ഇതുവരെ വന്നതിൻ്റെ ഓർഡേഴ്സൊക്കെ അഡ്രസ്സൊക്കെ പ്രിൻറ്റ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കണം അതൊക്കെ നോക്കാതെ വിചാരിച്ചിട്ടൊക്കെ ഇനി നേരത്തെ വന്നത്. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു പണിയും നടക്കൂല. ഞാൻ എല്ലാ സൺഡേസും ഇവിടെ വരലുണ്ട് കേട്ടോ. അതായത് വീട്ടിൽ നിൽക്കുന്ന ദിവസം കുറവാന്ന് അർത്ഥം. എല്ലാ സൺഡേയും ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നമ്മളിങ്ങനെ നല്ല യൂസ് ചെയ്യുന്നുണ്ട്. ആ റൂമൊക്കെ കണ്ടില്ലേ, അതായത് നമ്മളെ പ്രൊഡക്ഷൻ റൂമൊക്കെ കുറച്ച് സീനുള്ളൂ. അതൊക്കെ വൃത്തിയാക്കാനൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് അതും പണിയെടുക്കാൻ പറ്റില്ല. കുറച്ച് ഇതാണ്. അല്ലെങ്കിൽ ഒന്നാമതേ പുറത്ത് ചൂട്, അതിൻ്റെ കൂടെ ഇവിടുന്ന് വർക്ക് ചെയ്താൽ പിന്നെ നല്ല ടയേർഡാവും. അതുകൊണ്ട് അത് ചെയ്യാം നോക്കാം. കറണ്ട് വരികയാണെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ തിരിച്ച് പോകേണ്ടി വരും. അതന്നെ എനിക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഞാൻ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിലാരുമില്ല. അപ്പോൾ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പോകാൻ വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനം കേട്ടോ. മറ്റേ മോപ്പാണ് നമ്മൾ അത് എടുത്തുകൊണ്ടൊന്നും ഇതാക്കണം. ഇതിലാകുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം ഇല്ലുണ്ടാവും. ഇതൊരു സ്മെല്ലുള്ള ഇതാട്ടോ. അതാണ് എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതില്ലേ ആ ഒരു ലിക്വിഡാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രസ് ചെയ്യുന്ന സാധനമുണ്ട്. ഇതുണ്ടോ, ഈ പ്രസ് ചെയ്യുന്ന സാധനം പ്രസ് ചെയ്താൽ ഇത് അവിടെ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരും. പിന്നെ നമ്മളിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. അതായത് നമ്മളിങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് നല്ലതാട്ടോ. അതായത് ഓൾറെഡി നമ്മൾ തുടച്ചൊക്കെ വെക്കില്ല. മറ്റേ മോപ്പിനെ കൊണ്ട് കംപ്ലീറ്റ് തുടച്ച് വെച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിട്ട് തുടയ്ക്കാം. അല്ലാണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഞാൻ ഡെയിലി രാവിലെ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഈ സാധനം കൊണ്ട് ക്ലീൻ ചെയ്യലുണ്ട്. ഈ മോപ്പിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇന്നലെ ഇവിടെ തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൽ ഒരൊറ്റ തെർമോക്കോൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത്. താഴെ ഫുള്ള് പറയണമെന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ പീസ്, പിന്നെ ആക്രിലിക്കാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിക്കുന്ന സാധനം ഉണ്ട്, അതാണ് താഴെ കിടക്കുന്ന മൊത്തം. പിന്നെ കുറച്ച് അല്ലാതെ ചില്ലറ പേപ്പർ പീസ് അതൊക്കെയാണ്. ഇതൊക്കെ ഞങ്ങൾ വേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ ഒരു ഇതിലാക്കി വെക്കുക ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ഒരു 3-4 ഉണ്ട്. അത് മുകളിൽ കൊണ്ടുപോയിട്ടതാണ്. ഇങ്ങനത്തെ സാധനത്തിലാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് എടുക്കുന്ന ഒരു ടീമുണ്ട്. ഓര് വരും. അപ്പോൾ ഓരെ വിളിക്കും. വേസ്റ്റ് എടുക്കുന്ന ടീം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആഴ്ച ഉണ്ടാവുക. അപ്പോൾ ഫ്രൈഡേ ആയിട്ടാണ് ഈ ഒരു ഏരിയയിൽ കൂടെ വർക്ക് പോലെ. അപ്പോൾ നമ്മൾ വിളിച്ചാൽ അവർ ഇവിടെ വന്നിട്ട് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഒരു ചാക്കിന് എത്ര 100 രൂപയാണ് വാങ്ങാം. ഇത് ജംബോ സൈസ് ആട്ടോ കവറ്. അതിൽ അത്രയും സാധനം കൊള്ളിക്കണം. അങ്ങനെ 1-100 രൂപ. നമ്മളടുത്ത് എന്തായാലും ഒരാഴ്ചനെ കൊണ്ട് 2 ആഴ്ചനെ കൊണ്ടൊക്കെ ഉള്ളതാണ് ഉണ്ടാവുക. ഒരു 10 കവർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ 1000 രൂപയ്ക്ക് അങ്ങനെ കൊടുക്കൽ. ഇതിപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ വന്നിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ഇവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. തെർമോക്കോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് കേട്ടോ ഉണ്ടാവുക. നിങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങുകയാണെങ്കിൽ ഇത് അങ്ങനത്തെ ഷീറ്റ് കിട്ടും. ഇത് ഓരോ റേറ്റാണ് ഉണ്ടാവുക. ഞങ്ങളെന്ന് വെച്ചാൽ ബണ്ടിലായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര 10 രൂപയിട്ട് കുറച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ അത്ര വലിയ ഷീറ്റാണ് ഉണ്ടാവുക. ഇത് നമുക്ക് A3 സൈസൊക്കെ ആണെങ്കിൽ 2 അതായത് 2 പീസായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഒറ്റൊരു സാധനം ഇതാക്കാൻ പറ്റുള്ളൂ. A4 ആണെങ്കിൽ 2 എണ്ണം പാക്ക് ചെയ്യാനുള്ള ഉണ്ടാവും. A3 ആണ് ഒറ്റൊന്ന് മാത്രം പാക്ക് ചെയ്യാനുണ്ടാവും. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇതൊന്നും എന്തായാലും വേണം. കാരണം ഒന്ന് ഗാലറി സെറ്റ് ഉണ്ടാവും ഞങ്ങളിൽ. അപ്പം അതിനിത് മൊത്തമായിട്ട് വേണം. പിന്നെ A3ക്കും മൊത്തമായിട്ട് വേണം. അങ്ങനെയാണ്. ഇവിടെ ഉണ്ടോ ഇത് പാർസൽ വാങ്ങിയാലൊരു പ്രശ്നം കേട്ടോ. കുറച്ചുണ്ട്. ഇതൊക്കെ ഞാൻ കഴുകി വെച്ചതാണ്. ഇത് കഴുകി വെച്ചിട്ട് ഞാൻ നമ്മളിപ്പോൾ കാണിച്ചെന്ന ആ ഒരു കവറില്ല അതിലേക്ക് ഇട്ടേക്കുക. പോയിട്ടുണ്ടെങ്കിലോ ഓർക്കെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകില്ല. ബാക്കിയെല്ലാ സാധനം കൊണ്ടുപോകും. നമ്മൾ മെയിനായിട്ട് എന്താ തെർമോക്കോൾ കൊണ്ടുപോകും. തെർമോക്കോൾ വേസ്റ്റ് എവിടെയും എടുക്കൂല. മീൻസ് നമുക്ക് കത്തിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ന് വെച്ചാൽ ഒരു തെർമോക്കോളിൻ്റെ വേസ്റ്റ് ഉണ്ടോ, അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പുറത്തത്തെ ചെടി വാടിപ്പോയത് കണ്ടില്ലേ. അപ്പോൾ പുറത്തെ ചെടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വെച്ച്. വേറെ പണിയൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് ഈ വെള്ളം അതിന് കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ കുറേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ, അതേപോലത്തെ സാധനങ്ങളായിരുന്നു. പക്ഷെ ഒക്കെ വാടിപ്പോയി.
കൂടുതലും മണി പ്ലാന്റ്. അതിലൊന്നും വെള്ളം വെച്ചെടുക്കണ്ടൊക്കെ വറ്റിപ്പോയി, വറ്റിയില്ല, ഉണങ്ങി ഇതായിപ്പോയി, ഇലയായിപ്പോയി. അവിടെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോകണ്ടല്ല, അവിടെ കുറച്ച് ചെടിയുണ്ട്. ചെടി എന്ന് വെച്ചാൽ മണി പ്ലാന്റ് ഒക്കെ തന്നെ, അത് കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടൊക്കെ പിടിക്കുമോ നോക്കാലോ. വേറെ എന്തെങ്കിലും കുറച്ച് രസമുള്ള ചെടി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മണി പ്ലാന്റ് ആകുമ്പോൾ വെച്ചാൽ വേഗം വളരും, പക്ഷേ വെള്ളത്തിലിട്ടേക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേഗം വളരുന്നത്. ഇനി മണ്ണിൻ്റെ കുഴപ്പമാണോ അറിയില്ല, അത് തീരെ, അതായത് മണ്ണിലാകുമ്പോൾ വെള്ളം ഒഴിച്ചെടുക്കാനും വിട്ടു, അതുകൊണ്ട് അങ്ങോട്ട് വളരുന്നില്ല കേട്ടോ. വേറെ സാധനം കാണിച്ചുതരാം. ഇതൊരു സൗണ്ട് കേട്ടോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡോറിന് ഇങ്ങനെ ഒരു സൗണ്ട്, ഒരു സുഖമില്ല കേൾക്കുമ്പോൾ. കുറച്ച് ഓയിലിട്ടാൽ റെഡി ആവണ്ടോ, നമ്മൾ ഇട്ടോക്കിയാലോ. ഓയിലുണ്ട് കേട്ടോ, ഇതിട്ട് നോക്കാം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല, എന്തോ ഒരു പോലെ. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഇവിടെ ഇടാനും സുഖം ഉണ്ടാവും. ഇവിടെ നിന്ന് ഞാൻ തോന്നുന്നു സൗണ്ട് വരുന്നത്. മുകളിലും കൂടി ഉണ്ട്. ഇതിട്ടായിട്ട് നടച്ചു നോക്കട്ടെ സൗണ്ട് വരുമോ. സൗണ്ട് പോയിട്ടോ സൗണ്ട്. താഴെയും കൂടി വെച്ചെടുത്താൽ, താഴെ ഒഴിച്ചില്ല, കുറച്ചൊന്ന് വെച്ചിട്ടേക്കാം. ഞാൻ അവിടുന്ന് ഞാൻ സൗണ്ട് വരാൻ തോന്നി. സംഭവം അത് തന്നെ കേട്ടോ. എന്താണ് എനിക്ക് സൗണ്ട് വരാൻ കാരണം, കുറച്ചായില്ല അതുകൊണ്ട്. പക്ഷെ ഡെയിലി തുറക്കുന്നതാണ് ഡോറ, ഡെയിലി തുറക്കുന്നതാകുമ്പോൾ അങ്ങനെ സൗണ്ട് വരില്ലല്ലോ, എന്തോ ആണ്. എന്തായാലും ഇപ്പോൾ സൗണ്ട് പോയിട്ടുണ്ട്. ഇന്നലത്തെ മധൂത്ത് ഫ്രിഡ്ജിലുണ്ടേന് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിനി. പക്ഷേ ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഇനി കറണ്ട് വരുന്നൊരു ഇതുപോലെ വിടക്കായി പോവോ അറിയില്ല. കുറച്ച് നേരം ഇപ്പം തന്നെ കറണ്ട് വരാണെങ്കിൽ വിടക്കാനുണ്ടാവില്ല, പക്ഷേ ലേറ്റ് ആവുകയാണെങ്കിൽ കറണ്ട് വന്ന് കറണ്ട് ഇതൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത്. കറണ്ട് വന്നിട്ടോ, അപ്പോൾ വേഗം ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് കേട്ടോ. ഇനി പെട്ടെന്ന് ഞാൻ പോയാൽ പണി കിട്ടുകയെ, അതുകൊണ്ട് വേഗം ഒക്കെ ചാർജ് ചെയ്യട്ടെ. ഇനി എന്താ, ഇന്നലെ കുറച്ച് ഒരു 10 സാധനം ഉണ്ടായിരുന്നു. അതെനിക്ക് ഇന്നലെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സാധനമൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോൾ അതൊന്നൊന്ന് പ്രിൻ്റ് ഇടണം. അത് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഇന്ന് മെയിനായിട്ട് ഇതിൽ ചെയ്യാനുള്ള കാര്യം. ബാക്കി ക്ലീനിങ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇത് ചെയ്യാനുള്ള വേജായിട്ട്. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴാണ് അവിടേക്ക് പോകേണ്ടേ അറിയില്ല. അപ്പം അതിൻ്റെ മുന്നേ പണി തീർത്ത് വെച്ചാൽ ഒരു സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞ സാധനം പ്രിന്റ് ഇട്ടോ, ഇതൊരു 4000 സംതിങ്ങിന്റെ ബില്ലാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ 18 A5 ഫ്രെയിംസ് ആണ് വരുന്നത്. ഒരു ഗാലറി സെറ്റ് ആണ്. പിന്നെ സെന്ററിൽ ഇതുപോലെ കോഡ്സ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഇത് സെറ്റ് ചെയ്തായിട്ടുള്ള ഫോട്ടോ ഞാൻ അയക്കുന്നുണ്ട്, കാരണം ഞാൻ ഇല്ലാത്തപ്പോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ അപ്പോൾ ഫോട്ടോ എന്തായാലും കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ എടുക്കാൻ പോകുമ്പോഴത്തേ അവിടെ ഷോപ്പ് ക്ലോസ് ചെയ്തത്, അപ്പോൾ അവർ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ നിന്നെ ടൗണിലാക്കി തരാണെങ്കിലും അത് എടുത്തിട്ട് വരും, ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഓട്ടോ ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പം സമയം 1 മണിയായിട്ടോ, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അപ്പം നിർത്ത മധുത് ചൂടായി കഴിക്കാറുണ്ട്, ഞാൻ കഴിക്കുന്നില്ല. ഞാനിപ്പോൾ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഫുഡ് കഴിച്ച് വന്നതാണ്. അവിടെ വിശക്കുന്നൊന്നുമില്ല, ഓവൻ കഴിക്കട്ടെ. ഞാൻ ആ ഫുഡ് ചൂടാക്കാനുള്ള പരിപാടി നോക്കട്ടോ. ഇവിടെ ഓവൻ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അതിലേക്ക് ചൂടാക്കും. ആദ്യം ഞാൻ വിളക്കായിട്ട് നോക്കട്ടെ. ഞാൻ പറഞ്ഞ വിളക്കായിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചേരം കറണ്ട് പോയല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ സ്മെല്ല് വെച്ച് നമുക്ക് കഴിയുകയും നന്നായിട്ടില്ല. ഞാൻ പാത്രം എടുത്തിട്ട് കേട്ടോ. ഈ പാത്രത്തിൽ കൊള്ളുമോ നോക്കാട്ടോ. മറ്റേ പാത്രത്തിൽ ഞാൻ കോളിഫ്ലവർ ഫ്രിഡ്ജിൽ വെച്ചതാണ്, അത് കുറച്ചുകൂടി വലുതാണ്. ഇതിൽ കൊള്ളുകയാണെങ്കിൽ ഇതിൽ തന്നെ ഇടാം, 2 പ്രാവശ്യം വെച്ചിട്ടുണ്ടാവും. ഒന്നും തോന്നുന്നു കേട്ടോ. ഞാൻ എന്താ മധുത്ത് കഴിക്കട്ടെ വെച്ചാലേ, ഈ ചിക്കൻ, എനിക്ക് ചിക്കൻ വേണം എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഇതിപ്പോ മീഡിയത്തിൽ 5 മിനിറ്റ് വെച്ചാൽ പോരെ, അത് വെച്ചിട്ടോ. 5 മിനിറ്റ് കൊണ്ട് ചൂടാവും. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് വിശക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. അവിടെ എന്തായാലും എനിക്ക് ചോറുണ്ടാക്കും, അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കഴിക്കാം. എനിക്കിന്നും ചോറുന്നാൻ തോന്നുന്നുണ്ട്, കാരണം ഇന്നലെ ചോറ്, ഇന്നലെ സാധാരണ ചോറ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് റൈസ് ഇട്ടിട്ടുണ്ട്. സാധാരണ ചോറ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് ചോറുന്നാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് താവുണ്ടാവും. ഇപ്പോൾ ചൂടായി വരുന്നുള്ളൂ. എന്താ നോക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ നമ്മളതുപോലെ എന്താ ഉച്ചക്ക് ചപ്പാത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി തിന്നാൻ വിചാരിച്ചിട്ട് ഇതിൽ വെച്ച് നമ്മൾ 5 മിനിറ്റ് ആക്കി വെച്ചിട്ടോ. ഇത് നമ്മുടെ കരിഞ്ഞ് കൊടുക്കും, ചപ്പാത്തി കറക്റ്റ് കരിഞ്ഞിട്ട് എന്താ പറയുക, കറക്റ്റ് പേപ്പർ അങ്ങനെ പൊട്ടുന്നൊരു അവസ്ഥയിലായിപ്പോയി. ഇത് ഈ റൂം ഫുള്ള് ചപ്പാത്തിൻ്റെ മണം. ഒന്നാമത് ഇവിടെ AC ഉള്ളതുകൊണ്ട് ഇത് തുറന്നിടാൻ പറ്റില്ലല്ലോ.
കംപ്ലീറ്റ് മണായിട്ട് നമ്മളെ വൈകുന്നേരം വരെ ആ ഒരു മണം. പിറ്റേ ദിവസം ആ സ്മെല്ല് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ താനേ പോയതാ. അതുകൊണ്ട് ഇടക്കിട്ട് നോക്കണം. ഈ ഓവനും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ റൂമിൽ ഇങ്ങനെ ഭയങ്കര സ്മെല്ലായിരുന്നു. കുറേ നേരം സ്മെല്ല് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തലവേദന എടുക്കും. നമ്മൾ ചെയ്ത നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ കേട്ടോ, ഈ ഓവൻ, ഫ്രിഡ്ജ്, പിന്നെ ആ കുക്ക് ചെയ്യുന്ന സംഭവം. അതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ആ ഒരു അങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നല്ല എക്സ്പെൻസ് ആവും, നല്ല പൈസ ഡെയിലി ആവലുണ്ട്. അതേപോലെ തന്നെ ഹെൽത്തിനും അത്ര നല്ലതല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. ഇത് നമ്മൾ നല്ല ബഡ്ജറ്റിലാട്ടോ എടുത്തത്. കാരണം നിക്സ് ചാനൽ ഓഫർ ഉണ്ടായി. അപ്പോൾ 10 something എന്തോ ആണ് എടുത്തത്. ഇത് അതുപോലെ നല്ലൊരു ഓഫറിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 15 റുപ്യ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം അത്യാവശ്യം നമ്മൾ 15 റുപ്യൊക്കെ ആയാലും പിന്നെ നമ്മൾ ഫുഡ് നമുക്ക് തന്നെ കുക്ക് ചെയ്ത് നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ മധുരത്ത് ചൂടാക്കി കഴിക്കുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞാൽ. നമ്മളല്ലാണ്ട് ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് അത് കഴിക്കുന്ന കാര്യം കേട്ടോ പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഇവിടെ എന്താ ലുലുവിലൊക്കെ പോയിട്ട് ചിക്കൻ മിൻസ്റ്റൊക്കെ വാങ്ങി വരും, എന്നിട്ട് അതുണ്ടാക്കും. പിന്നെ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കലുണ്ട്. പിന്നെ കുക്കിംഗ് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്നതല്ല കേട്ടോ. നമ്മൾ ഒറ്റ ദിവസം കുക്ക് ചെയ്യുള്ളൂ, എന്നിട്ട് 4 ദിവസത്തേക്കുള്ള ഫുഡ് അങ്ങനെയാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഡെയിലി കുക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നടക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നത്. അതായിട്ട് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഡെയിലി കുക്ക് ചെയ്യില്ല, ഒരു ദിവസം കുക്ക് ചെയ്തിട്ട് 4 ദിവസത്തേക്കുള്ള ഫുഡ് എന്നുള്ള രീതിയിൽ. കാരണം വെച്ചാൽ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കും. ബർഗർ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മിൻസ്ഡ് ബീഫോ അല്ലെങ്കിൽ ചിക്കനോ വാങ്ങിയിട്ട് അതിൻ്റെ പാറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ബണ്ണ് മാത്രമാണ് അതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടാവുക. എന്നിട്ട് അതിൽ നമ്മൾ എന്താ പറയുക ബുൾസൈ, ഓംലെറ്റ് അങ്ങനെ കുറച്ച് സാധനം ചീസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഞാൻ അധികം ചോറ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പം ചോറ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ചോറ് വെക്കലുണ്ട്. കാരണം ഡെയിലി വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നത് എനിക്ക് നടക്കില്ല. കാരണം ഡെയിലി ഞാൻ പല ടൈമിൽ ഇറങ്ങാം. ചിലപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങും, അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഫുഡ് ആയി ഉണ്ടാവില്ല. ചിലപ്പോൾ ലേറ്റായിട്ട് ഇറങ്ങാം. അങ്ങനെ ഞാൻ സാധനം കാണിച്ചില്ല. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഇത് ക്യാബേജും പിന്നെ എന്താ അത് കോളിഫ്ലവർ. ഇത് ഞാൻ അന്ന് മീൽ പ്രെപ്പ് ചെയ്തപ്പോൾ ഉണ്ടാക്കി വെച്ചതാട്ടോ. ഇതിപ്പോൾ 4 ദിവസം കഴിഞ്ഞു. അന്ന് വിഷുവിൻ്റെ ഒക്കെ സമയത്ത് അതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചതേ. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഓരോ സാധനങ്ങളാട്ടോ ഉണ്ടാക്കി വെക്കാം. അത് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ഒരാൾ മാത്രമേ അത് കഴിക്കുള്ളൂ. അപ്പോൾ അത് 4 ദിവസത്തേക്ക് എന്തായാലും അത് കിട്ടും. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ 2 ദിവസത്തേക്കുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കും, അല്ലാത്ത നമ്മൾ ഫ്രീസറിൽ വെച്ച് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇതായിണ്ട് കേട്ടോ, എടുക്കട്ടെ. ചൂടായിട്ടുണ്ട്, ചൂടുണ്ട്. ഇത് കണ്ടത് ഞാൻ അന്ന് വീട്ടിൽ കൊണ്ടുപോയപ്പോഴേ ചൂടായിട്ട് വിഷുവിന്റെ സമയത്ത് നമ്മളിങ്ങനെ മേക്കപ്പ് ഇട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേ നല്ല ചൂടാണേ. അപ്പോൾ ഇതൊക്കെ അലിഞ്ഞു പോയി. ഇത് ഞാനിങ്ങനെ തൊട്ടപ്പത്തേയും ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വെച്ചാൽ റെഡിയാന്ന് വിചാരിക്കാം. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി അയലിനൊക്കെ ഇട്ട ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറച്ച് ബ്ലഷും കൂടി ഇടാൻ വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ ബാഗിൽ എപ്പോഴും വെക്കുന്ന സാധനങ്ങളാണ്. എപ്പോഴാണ് പെട്ടെന്ന് ആവശ്യം വരാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് ബ്ലഷ് ഇടാൻ വിചാരിച്ചു. ഇതൊക്കെ വെറുതെ ഇടുക. കുറച്ച് ദൂരെ എത്തുമ്പോഴത്തേക്കും ഇതൊക്കെ ഒലിച്ചു പോകും. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഇടുന്നതെന്നുള്ളൂ. അപ്പൊ ഞാൻ പോവാണ്. ഇന്ത്യക്ക് ഏട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേക്ക്. അതുകൊണ്ടാണ് 2 സൈഡ് ഇടുന്നത്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. ഇപ്പൊ എന്നെ ടൗണിലാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫ്രെയിം എടുക്കാനുണ്ട്. അപ്പോൾ ഫ്രെയിം എടുക്കാൻ പോകുമ്പോൾ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ചെയ്ത പണി എന്ന് വെച്ചാൽ ആ 4000 സംതിങ്ങിന്റെ ആ ബില്ലുണ്ടല്ലോ, അതിന്റെ ആ ഫ്രെയിംസ് ഒക്കെ നമ്മളല്ല അതിന്റെ പ്രിന്റ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രെയിം എടുത്തോണ്ടൊന്ന് അത് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ പണി. ഇത് മെയിൻ ആയിട്ട് വന്നതിന്റെ ഉദ്ദേശം അതാണ്. അത് നടന്നത്. പക്ഷെ കറണ്ട് പോയപ്പോൾ രാവിലെ ഇനി കറണ്ട് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷെ കറണ്ട് വന്നോണ്ട് നമ്മളെ പണിയൊക്കെ നടന്നു. പക്ഷെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയെ പറ്റുള്ളൂ. അത് വേറൊരു പ്രശ്നം. അല്ല, സൺഡേസ് മാത്രമേ നടക്കുള്ളൂ. ബാക്കി എല്ലാ ദിവസവും കണ്ടില്ല, തിരക്കിട്ട് പണിയിലായിരിക്കും. അപ്പം ക്ലീൻ അതിനിടയിൽ ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിട്ടോ. ഞാൻ സൺസ്ക്രീൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെയിലാണ്. ഫ്രെയിം എടുത്ത് കൊണ്ടുവന്നിട്ടോ. ഇപ്പോൾ ഇവൻ എവിടെ ആക്കി തരും. ഇതുകൊണ്ട് ഓഫീസിൽ പോകും. അപ്പം ഇത് മറ്റേ 4000ന്റെ ബില്ലിൻ്റെ കേട്ടോ. ബാക്കിയെല്ലാം കിട്ടിയതാണ്. ഈ ഫ്രെയിം മാത്രമാണ് കിട്ടാൻ. ഇവിടെ എത്തിയിട്ടോ. ഞാൻ ഈ ജാക്കറ്റ് കൊണ്ടേ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വണ്ടി തന്നെ വേണം എപ്പോഴും. നല്ല ചൂടായി. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ വീട്. അപ്പം വീട്ടിലേക്ക് വരുന്നില്ലായിരുന്നേ. അപ്പം പോട്ടെ. പോയിട്ടോ. അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം.